ഹായ് ഹലോ, ഇത് ഞങ്ങളുടെ മദീനയിലത്തെ 4ാമത്തെ ദിവസമാണ് കേട്ടോ. ഞാനിതിൻ്റെ മുമ്പ് മദീന വ്ളോഗ് പാർട്ട് 1ഉം 2ഉം ഇട്ടിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരൊക്കെ കാണുക. അങ്ങനെ ഞങ്ങൾ പതിവ് പോലെ ഹറമിൽക്ക് അസർക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അന്ന്. അങ്ങനെ ഞങ്ങൾ അസർ നിസ്കാരമൊക്കെ നിസ്കരിച്ചു. പിന്നെ ഞങ്ങൾ മെയിനായിട്ട് ഇന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് ഷോപ്പിംഗ് ആയിരുന്നു കേട്ടോ. ഇനി വീട്ടിലേക്ക് തിരിക്കാൻ 2 ദിവസം ബാക്കിയുള്ളൂ. അപ്പോൾ പിന്നെ കുറച്ച് ഷോപ്പിംഗ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ടോപ്പ് 10ലേക്ക് നടക്കണ വഴിയാണ് കേട്ടത്. ഇത് ഹറമിൽ തന്നെയുള്ള പലതരത്തിൽ ഫുഡ് കിട്ടണ ഏരിയയാണ് കേട്ടോ. ഓരോ ഇന്ത്യക്കാരനെയും പിന്നെ മലേഷ്യ, തുർക്കി അങ്ങനെ പല ആൾക്കാരുടെയും ഫുഡ് ഏരിയയാണ് കേട്ടോ നമ്മുടെ ഈ സൈഡിലായിട്ടുള്ളത്. ഹറമിനോട് ചേർന്നിട്ട് തന്നെ ടോപ്പ് 10ലേക്ക് പോണ വഴിയാണ്. ഞങ്ങൾ ടോപ്പ് 10ലേക്ക് പോകാനാണ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇന്ത്യൻ ഫുഡും അങ്ങനെ പലതരത്തിലുള്ള ഫുഡൊക്കെ ഉണ്ട്. ഞങ്ങളൊന്നും വാങ്ങിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ ഞങ്ങൾ പിന്നെ അവിടെ തന്നെ ഐ ലവ് മദീന എന്നൊക്കെ പറഞ്ഞ ഫ്രെയിമൊക്കെ ഉണ്ട്. അങ്ങനെ കുറച്ച് ഫോട്ടോസും ഫാമിലി ഫോട്ടോ ഒക്കെ എടുത്തു. പിന്നെ ഇക്ക കുറേ ചോദിച്ചു ടാക്സി വിളിക്കണോ ടോപ്പ് 10ലേക്ക് പോകാനായിട്ട്. പിന്നെ ഞങ്ങൾ വേണ്ട ഒരു രസത്തിന് നടന്ന് പോകാമെന്ന് വിചാരിച്ചു. ഒരു രസമല്ലേ കാറ്റും ഇതൊക്കെ കൊണ്ട് വർത്താനൊക്കെ പറഞ്ഞ് നടന്നു പോകാനായിട്ട്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ടോപ്പ് 10ലേക്ക് നടക്കണ വഴിയാണ് കേട്ടോ ഇതൊക്കെ. നല്ല രസമായിരുന്നു കേട്ടോ നടന്നു പോകാനായിട്ട്. പ്രത്യേകിച്ച് വൈകുന്നേരം ആയതുകൊണ്ട് തന്നെ നല്ല ഫീൽ ഉണ്ടായിരുന്നു. നടു റോട്ടിൽ കൂടെ ഒക്കെ ഇങ്ങനെ നടന്നു പോകാനായിട്ട് നല്ല രസമുണ്ടായിരുന്നു. കുറച്ച് ദൂരം ഉണ്ടായിരുന്നു നടക്കാനായിട്ട്. പക്ഷെ ആ ദൂരമൊന്നും നമ്മൾ അറിഞ്ഞില്ല കേട്ടോ. അത്രയും നല്ല വൈബായിരുന്നു നടക്കുമ്പോൾ. ഈ കാണുന്നതാണ് കേട്ടോ നമ്മൾ പോകാൻ ഉദ്ദേശിച്ച കട. ടോപ്പ് 10 എന്ന പേര്. അങ്ങനെ ഞങ്ങൾ കടയിലെത്തി. പിന്നെ ഞാൻ കടയിലെത്തിയതും വീഡിയോ എടുക്കാനുള്ള കാര്യമൊക്കെ മറന്നുപോയിട്ടാ. അങ്ങനെ മഗ്‌രിബിൻ്റെ മുമ്പ് ഹറമിലെത്തണം എന്നുള്ള രീതിക്കായിരുന്നു കേട്ടോ ഞങ്ങൾ ഷോപ്പിംഗ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ കറക്റ്റ് ഞങ്ങൾ മഗ്‌രിബ് ആകുമ്പോഴേക്കും ഹറമിലെത്തിയിട്ടുണ്ടായിരുന്നു. കറക്റ്റ് മഗ്‌രിബ് ബാങ്ക് കൊടുക്കാൻ ഒരു 5 മിനിറ്റിൻ്റെ മുമ്പ് തന്നെ ഞങ്ങൾ എത്തിയിട്ടോ കറക്റ്റ്. അങ്ങനെ മഗ്‌രിബ് നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ ഞങ്ങൾ റൂമിലേക്ക് പോയത്. പിന്നെ പിറ്റേ ദിവസം ഖുർആൻ പ്രിൻ്റ് അടിക്കുന്ന സ്ഥലത്തൊക്കെ പോകാനായിരുന്നു കേട്ടോ പ്ലാന്. ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ഗ്രൂപ്പ് നാട്ടിലേക്ക് തിരിച്ചു പോയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾക്ക് വീട്ടിലേക്ക് വരാൻ 2 ദിവസം കൂടിയും ബാക്കിയുണ്ടായിരുന്നു കേട്ടോ. ബസ് 2 ദിവസം കൂടി കഴിഞ്ഞിട്ടാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ പിന്നെ ഞങ്ങൾ ടാക്സി വിളിച്ചിട്ട് ഖുർആൻ പ്രിൻ്റ് അടിക്കുന്ന സ്ഥലത്തേക്ക് പോയിരുന്നു കേട്ടോ അന്ന്. അങ്ങനെ ടാക്സി കാത്തിരിക്കുകയായിരുന്നു കേട്ടോ റിസപ്ഷനിൽ. ഈ സമയത്ത് അവർക്ക് ഭയങ്കര കളിയായിരുന്നു അവിടെ. ഈ കാണുന്നതാണ് കേട്ടോ ഖുർആൻ പ്രിൻ്റ് അടിക്കുന്ന സ്ഥലം. ഇതിൻ്റെ പേര് വന്നിട്ട് ഹോളി ഖുർആൻ സർവീസ് സെൻറ്റർ എന്നാണ് കേട്ടോ. ഇവിടേക്ക് കടക്കാനായിട്ട് പ്രത്യേകം ഫീസിൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ. ഏത് രാജ്യക്കാർക്കും എപ്പോൾ വേണമെങ്കിലും പറ്റില്ല. 8 to 12 മണി വരെ ഉള്ളൂ സന്ദർശന സമയം കേട്ടോ. പിന്നെ ഇവിടെ വരുന്നവർക്ക് ഖുർആൻ ഹദിയായിട്ടും തരുന്നുണ്ട് കേട്ടോ തിരിച്ച് പോകുമ്പോൾ. അവിടെ കയറുമ്പോൾ തന്നെ സൈഡിലൊക്കെ ആയിട്ട് നല്ല പൂന്തോട്ടവും നല്ല ചെടികളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ട് നല്ല രസമുണ്ട് കേട്ടോ കാണാനായിട്ട്. കയറി പോകുമ്പോൾ തന്നെ നല്ലൊരു പച്ചപ്പാണ്.
ഞങ്ങൾ നേരത്തെ എത്തിയിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ അധികം തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഞങ്ങൾ അവിടുന്ന് തിരിച്ചിറങ്ങുമ്പോഴാണ് തിരക്കുണ്ടായിരുന്നത്. നമ്മൾ കയറുമ്പോൾ കുറേ അതിന് മാത്രം തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ അവിടെ എത്തിക്കഴിഞ്ഞാൽ ഷെൽഫിലായിട്ട് പലതരത്തിലുള്ള ഖുറാനൊക്കെ ഡിസ്പ്ലേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ കാണുന്നതാണ് കേട്ടോ കണ്ണ് കാണാത്തവരൊക്കെ ഓതണ ഖുറാന്. ഇവിടെ 1000-ഓളം സ്റ്റാഫുകൾ വർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. ഭൂരിഭാഗവും സ്വദേശികളാണ്. പിന്നെ അതാ കണ്ട ഖുറാന് പ്രിൻ്റായി വരുന്നത് കാണുന്നില്ലേ. പിന്നെന്താ ഈ ബോക്സിലൊക്കെ എടുത്തു വെച്ചിരിക്കുന്നത് ഖുറാന് അടിച്ചടിക്കാനുള്ള പേപ്പറുകളാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഇതെല്ലാം കണ്ടിട്ട് തിരിച്ചു പോന്നു കേട്ടോ. തിരിച്ചു പോരുമ്പോഴാണ് കുറേ ആൾക്കാർ വരുന്നുണ്ടായിരുന്നത്. ഞങ്ങൾ നേരത്തെ തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു. പലരും ഗ്രൂപ്പായിട്ടാണ് കേട്ടോ ഇവിടേക്ക് എത്തണത്. പല രാജ്യക്കാരും ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ തിരിച്ചു പോകണവർക്കൊക്കെ അവർ ഖുറാന് ഹദിയായിട്ട് തരുന്നുണ്ട് കേട്ടോ. ഓരോ പ്രായത്തിനനുസരിച്ചിട്ടാണ് ഖുറാൻ തരിക. മക്കൾക്കാണെങ്കിൽ അതിനനുസരിച്ച് തരും, വലിയവർക്ക് അതിനനുസരിച്ച്. പിന്നെ പരിഭാഷ വേണമെങ്കിൽ അതും അവർ തരുന്നുണ്ട് കേട്ടോ. ഇവിടെ ഇപ്പോൾ അർജുനടക്കം അവർ ഖുറാന് കൊടുത്തു കേട്ടോ.
അങ്ങനെ തിരിച്ചു വരുമ്പോൾ തന്നെ അവിടെ തന്നെ ഖുറാന് ക്യാഷ് കൊടുത്ത് വാങ്ങാനുള്ള സൗകര്യം ഉണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഖുറാൻ വാങ്ങാൻ കയറിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവിടെ വിലയും കുറവാണ് കേട്ടോ ഖുറാനിന്. അങ്ങനെ ഞങ്ങൾ ഖുറാനൊക്കെ വാങ്ങിയിട്ട് തിരിച്ചു പോയിട്ട് ഉച്ചക്കലത്തെ ഭക്ഷണം വാങ്ങിയിട്ടാണ് ഞങ്ങൾ തിരിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ അപ്പോൾ ഞാനിവിടെ വെച്ചിട്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ് കേട്ടോ. ഇനിയും നീണ്ടാലേ ബോറടിക്കും. ഇനിയുള്ള വിശേഷം അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്താം കേട്ടോ. അപ്പോൾ ഞാനിവിടെ വെച്ചിട്ട് വീഡിയോ അവസാനിപ്പിക്കുകയാണ്. എല്ലാവരും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.